മലങ്കര ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. മലപ്പുറം ചീനിക്കുന്നിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. വനാതിർത്തിയോട് ചേർന്ന സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഷോക്കേറ്റാണ് ആന ചരിഞ്ഞതെന്നാണ് പ്രാഥമിക നിഗമനം. ശിവദാസൻ എന്നയാളുടെ പറമ്പിലാണ് ആന കിടന്നിരുന്നത്. അട്ടപ്പാടിയിൽ കാണാതായ പോലീസ് ഉദ്യോഗസ്ഥരുടെ മൃതദേഹം കണ്ടെത്തി. പോലീസ് ഉദ്യോഗസ്ഥരായ മുരുകൻ, കാക്കൻ എന്നിവരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. 4 ദിവസം മുൻപ് ഊരിലേക്ക് പോയതായിരുന്നു ഇരുവരും. തൃശൂർ മാന്നാമംഗലത്ത് കാട്ടുപന്നിയെ വൈദ്യുതി ലൈനിൽ ഷോക്കടിപ്പിച്ചു കൊന്ന വിൽപ്പന നടത്തിയ സഹോദരങ്ങൾ വനം വകുപ്പിന്റെ പിടിയിൽ. കണ്ണാറ മാരയ്ക്കാൽ സ്വദേശികളായ ബേബി, സഹോദരൻ കുര്യാക്കോസ് എന്നിവരാണ് പിടിയിലായത്. പ്രശസ്ത ഗാനരചയിതാവ് കണ്ണൻ കെ പൊയിലൂർ രചിച്ച പ്രണയസഖാവ് മ്യൂസിക്കൽ ആൽബത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. ഗാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. KKPP-യുടെ ബാനറിലാണ് ആൽബം നിർമ്മിക്കുന്നത്. നെടുമ്പന ഗാന്ധി ഭവൻ സ്നേഹാലയത്തിൽ സ്നേഹപുരസ്കാര വിതരണം നടന്നു. ചടങ്ങ് PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക സംഗീത രംഗത്ത് ശ്രദ്ധിക്കപ്പെട്ട സംഘടനകൾക്കും വ്യക്തികളെയും പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോമസ് ചാഴിക്കാടന്റെ തോൽവി ആഘോഷിച്ച സ്വന്തം കൌൺസിലർക്കെതിരെ മാണി ഗ്രൂപ്പ് നടപടിക്ക്. കൌൺസിലർ ജിൽസ് പെരിയപുറത്തിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ടാണ് മാണി ഗ്രൂപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. മാണി ഗ്രൂപ്പ് ജില്ലാ പ്രസിഡന്റിന്റെ പരാതിയിൽ കമ്മീഷൻ ജിൽസിന് നോട്ടീസ് അയച്ചു. തൃശൂർ എരുമപ്പെട്ടിയിൽ യുവതിയെ തോട്ടിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് കടങ്ങോട് സ്വദേശി സീനത്ത്. എരുമപ്പെട്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു.